കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ മൂവിനെ കാണിച്ചുകൊണ്ടാണ്. അവന്റെ ഒരു ബിസിനസ് ട്രിപ്പിന് ശേഷം ഇപ്പോ മടങ്ങിയെത്തിയിരിക്കുകയാണ്. കൂടെയുള്ള പിയയോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു 7 മാസങ്ങൾക്ക് മുന്നേ വിവാഹിതനാണെന്നും മൂവിന് ഒട്ടും താല്പര്യമില്ലാതെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ആ ഒരു കല്യാണം നടന്നതെന്നും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വൈഫിനെ ഡിവോഴ്സ് ചെയ്യണം എന്നതാണ് മൂവിന്റെ പ്രധാന ലക്ഷ്യം. നേരെ പോകുന്നത് ഒരു ബിസിനസ് ഡിന്നർ അറ്റൻഡ് ചെയ്യാനായിട്ടാണ്. അവിടെയുള്ള മൂവിന്റെ ബിസിനസ് റിലേറ്റഡ് ആയുള്ള കൂടിക്കാഴ്ചക്കിടയിൽ അവന്റെ ഫാദറിനിലോ അവനെ മുതലെടുത്ത ബിസിനസ്സിൽ പല പരിപാടികളും കാണിക്കുന്നതിനെ പറ്റി ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട്. അതൊന്നും തന്നെ മൂന്ന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. ഓൾറെഡി ഇപ്പൊ നടന്ന ഈ കല്യാണം മൂന്ന് ഒട്ടും താല്പര്യമില്ലാത്തതാണല്ലോ. അതിലൂടെ തന്നെ മുതലെടുക്കാനും കൂടി നോക്കുന്നത് ഇഷ്ടപ്പെടാതെ എത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുക്കണമെന്ന് തീരുമാനിക്കുന്നു. ആ സമയം തന്നെ മൂവിന്റെ വൈഫായ ലാൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ലാൻ മൂവിനോട് ഭയങ്കര കാര്യമായിട്ടാണ് ഇടപെടുന്നത്. ആകട്ടെ അവളെ ഇഗ്നോർ ചെയ്യുകയും അവളോട് ഇത് നമ്മുടെ ഡിവോഴ്സിനുള്ള പെറ്റീഷനാണ്, ഇതിൽ സൈൻ ചെയ്ത് നമുക്ക് പിരിയാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അത് ലാനിനെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്തിനിപ്പോ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് അവൾ അവന്റെ പുറകെ നിൽക്കുമ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ എന്റെ തീരുമാനം ഞാൻ അറിയിച്ചല്ലോ എന്ന് പറഞ്ഞ് തറയിലിരിക്കുന്ന ലാനിന് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. ലാനിന് ഒരു ആക്സിഡന്റ് കുറച്ച് നാളുകൾക്ക് മുന്നേ നടന്നിരുന്നു. അതിൽ അവൾക്ക് പാസ്റ്റിലെ കുറെ ഇൻസിഡൻസ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരു ആക്സിഡന്റിനും മറവിക്കും ഒക്കെ ശേഷമാണ് ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ മൂലം അവൾക്ക് മൂവിനെ കല്യാണം കഴിക്കേണ്ടി വന്നത്. ആ സമയത്തൊന്നും അവൾക്ക് അവനോട് ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ തുടക്ക സമയം മുതലേ മൂവാണ് ലാനിനെ ഇഷ്ടമില്ലാതെ വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായത്. ഇപ്പോ തലയിടിച്ച് വീണ ഈ ഒരു സമയത്ത് അച്ഛനെ പറ്റിയുള്ള കുട്ടിക്കാലത്തെ ചില ഓർമ്മകളാണ് അവൾക്ക് വരുന്നത്. അച്ഛൻ എത്രത്തോളം ദുഷ്ടനായിരുന്നുവെന്നും എത്രത്തോളം അവളെയും അമ്മയും ദ്രോഹിച്ചിട്ടുണ്ടെന്നും അച്ഛൻ അമ്മയുടെ സ്വത്തൊക്കെ കൈക്കലാക്കിയതും അമ്മയെ ഉപദ്രവിച്ചതും ഒക്കെ അവൾക്ക് ഓർമ്മ വരുന്നു. അച്ഛൻ കാരണമാണ് അവളുടെ അമ്മ മരണപ്പെട്ടത്. പക്ഷേ സ്വാധീനം ഉപയോഗിച്ച് അച്ഛൻ അതൊന്നും അല്ലാത്തൊരു കാര്യമാക്കി മാറ്റുകയായിരുന്നു. അതിനുശേഷം അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചു. ലാനിന്റെ പേരിൽ കുറച്ച് സ്വത്തും കാര്യങ്ങളും അപ്പോഴേക്കും അമ്മ മരിക്കുന്നതിന് മുന്നേ അച്ഛന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ കയ്യിലുള്ള ആ സ്വത്ത് കൈക്കലാക്കാനായിട്ടാണ് പിന്നീട് അച്ഛൻ അവളെ കൂടെ കൂട്ടിയത്. ഈ അച്ഛനും രണ്ടാനമ്മയും അവളെ പരമാവധി ദ്രോഹിക്കുമായിരുന്നു. അവരുടെ ടോർച്ചറിന്റെ ഇടയിൽ അവർ പിടിച്ചു തള്ളി ശക്തമായി തല ഇപ്പോഴത്തെ കണക്ക് തറയിലിടിച്ച് അവൾക്ക് അങ്ങനെ ഓർമ്മ നഷ്ടപ്പെടുകയായിരുന്നു. അങ്ങനെ അവൾ വളരെ ബ്ലാങ്ക് ആയിരിക്കുന്ന സമയത്താണ് അവളുടെ പേരിലുള്ള സ്വത്തൊക്കെ തന്നെ അവളുടെ കയ്യിൽ നിന്ന് തന്ത്രപൂർവ്വം കൈക്കലാക്കിയ അച്ഛൻ അടിച്ചു മാറ്റിയത്. ഒപ്പം തന്നെ അവളും ലവേഴ്സ് ആണെന്ന് പറഞ്ഞാണ് ലാനിനെ കൊണ്ട് അവളുടെ ഈ ഓർമ്മ നഷ്ടപ്പെട്ട ആ ഒരു സമയത്ത് അച്ഛൻ കല്യാണം കഴിപ്പിച്ചതും. അവൾക്ക് ഇവനെ കല്യാണം കഴിക്കുമ്പോൾ പോലും അവൻ തന്നെ ഇഷ്ടമില്ലാണ്ടാണ് കല്യാണം കഴിക്കുന്നത്. തങ്ങൾക്കിടയിൽ ഒരു ബന്ധമില്ല എന്ന കാര്യം ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെ ഇപ്പോ ഹോസ്പിറ്റലിൽ കണ്ണു തുറക്കുന്ന ലാനിന് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. അവളുടെ മുന്നിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഷീയും ഇരിപ്പുണ്ട്. ഷിയോട് അവൾ എനിക്ക് എന്റെ അച്ഛന്റെ എല്ലാ പരിപാടിയും മനസ്സിലായി, ഇനി ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കാനേ ഞാൻ തയ്യാറല്ല. എത്രയും പെട്ടെന്ന് അച്ഛൻ ചെയ്ത തെറ്റുകൾക്ക് അച്ഛനെ ഒരു പാഠം പഠിപ്പിക്കണം. ഒപ്പം തന്നെ എന്നെ വേണ്ടാത്ത എന്റെ ഹസ്ബൻഡിനെയും ഡൈവോഴ്സ് നൽകി അയാളുടെ ഇഷ്ടത്തിന് വിടാനായി ഞാൻ തീരുമാനിച്ചു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനിപ്പോ താല്പര്യപ്പെടുന്നില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നല്ല അവൾ പറയുന്നുണ്ട്. അങ്ങനെ മൂവിന്റെ PA ലാൻ ഡൈവോഴ്സിന് സമ്മതിച്ചു. അവൾ നഷ്ടപരിഹാരമായി കാശോ ഒന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല എന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവൻ ആകെപ്പാടെ അന്തം വിട്ടു പോകുന്നുണ്ട്. കാരണം ലാസ്റ്റ് നൈറ്റ് അവൾ ഡൈവോഴ്സ് ചെയ്യരുതെന്ന് പറഞ്ഞ് ആ കാര്യം ഇൻഫോം ചെയ്ത് അവനെ കാല് പിടിച്ച് നടക്കുന്ന സമയത്താണ് അപ്പോൾ അവളുടെ ബോധം പോയെങ്കിലും അതുവരെ അവൾ ഡൈവോഴ്സ് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നത് ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം എന്തുകൊണ്ടെന്നത് അവന് പിടികിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവളിപ്പോ ഡിവോഴ്സിൽ സൈൻ ചെയ്തതിൽ വലിയ ഹാപ്പി ആവുന്നില്ല. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആകെ ഡൗട്ടായി അവന് തോന്നുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ലാൻ അവൾ മൂവിന്റെ വൈഫായി അവന്റെ കൂടെ സ്റ്റേ ചെയ്യായിരുന്നല്ലോ. അതുകൊണ്ട് അവളുടെ കുറെ സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ എടുക്കാൻ ഈ നേരെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ അവൾ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ അവനെ കാണുമ്പോൾ അവൻ പെറ്റീഷൻ ഫോർവേഡ് ചെയ്തിട്ടില്ല, ഡിവോഴ്സിന്റെ കാര്യങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന അവൾ വേഗം അത് സൈൻ ചെയ്ത് പ്രൊസീഡ് ചെയ്യും. അതാണ് അവൾക്ക് വേണ്ടതെന്നും പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയം അവനാകട്ടെ അവളെ വിടാതെ അടുത്തേക്ക് ബലമായി പിടിച്ചു വെച്ച് കിസ് ചെയ്യുകയായിരുന്നു. അവൾക്ക് ഇവൻ എന്ത് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവളെ താല്പര്യമില്ലാതെ കല്യാണം കഴിച്ച ഇവൻ അവളോട് ഡിവോഴ്സ് ആവശ്യപ്പെടാറുണ്ടായിരുന്നു എപ്പോഴും. എന്നിട്ട് എന്താണ് ഇവനെ കാണിക്കുന്നതെന്നുള്ള ദേഷ്യത്തിൽ അവൾ അവിടെ നിന്ന് നേരെ അവളുടെ അമ്മയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന എന്നാൽ ഇപ്പോ അവളുടെ അച്ഛനും സ്റ്റെപ്പ് മദറും അവരുടെ മകളും ഒക്കെ താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ എത്തുന്ന അവളോട് അവർ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. ഇവൻ അവളുടെ സ്വന്തം അച്ഛൻ പോലും വളരെ മോശമായിട്ട് പെരുമാറുന്നു. അവളെ ഉപദ്രവിക്കാനായി ഒരു ഗ്ലാസ് എടുത്ത് അവളുടെ നേരെ എറിയുമ്പോഴേക്കും അത് അവളുടെ ദേഹത്തേക്ക് കൊള്ളുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് എത്തുന്ന അത് തടയുന്നുണ്ട്. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയ ശേഷം അവൻ അവളെ ഫോളോ ചെയ്ത് വരികയായിരുന്നു. ഇവളെന്റെ വൈഫാണ്, അവളെ തൊട്ടാൽ വിവരം അറിയുന്നു പറഞ്ഞ് അവളുടെ അച്ഛനോട് തന്നെ തട്ടിക്കയറുന്നവൻ അവളോട് സംസാരിക്കാനായി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവൾക്ക് അവൻ പറയുന്നത് കേൾക്കാൻ ഒന്നും തന്നെ താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത് തരണമെന്ന് മാത്രമാണ് അവൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ സൈൻ ചെയ്യില്ല എന്ന് അവൻ അത് കേട്ട ഉടനെ പറയുന്നുണ്ട്. അവനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ അവൾക്ക് അറിയാമെന്നായിരുന്നു അതിനുള്ള അവളുടെ മറുപടി. എന്തുകൊണ്ടോ ഇപ്പൊ കാര്യങ്ങൾ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അവളുടെ അടുത്ത് നിന്ന് ഡിവോഴ്സ് വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന അവൻ ഇപ്പോൾ ഡിവോഴ്സിന് ആഗ്രഹിക്കുന്നില്ല. ഡിവോഴ്സ് നൽകാൻ താല്പര്യമില്ലാതിരുന്ന അവൾ ഇപ്പൊ അത് വേണമെന്നും ആഗ്രഹിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോ ലാൻ സ്റ്റേ ചെയ്യുന്നത് ഷീയുടെ കൂടെയാണ് എന്ന കാര്യം അറിയുമ്പോൾ ഭയങ്കരമായി അപ്സെറ്റ് ആവുന്നത് നമുക്ക് കാണാം. അവളാകട്ടെ ഇപ്പോ ഹസ്ബൻഡായ മൂവിനോട് ഇപ്പൊ പിണങ്ങി നിൽക്കുന്നത് കൊണ്ട് അവിടെ നിൽക്കാൻ കഴിയില്ല. അവളുടെ വീട്ടിലും ആകെ പ്രശ്നങ്ങളോ, അവൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഷീയുടെ കൂടെ സ്റ്റേ ചെയ്യാനേ തുടങ്ങിയത്. ഷീ അപ്പോഴും ലാനിനെ സംബന്ധിച്ച്
നല്ലൊരു സുഹൃത്ത് മാത്രമാണ്. അത് അറിഞ്ഞപ്പോൾ മുതൽ അവന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. കുറെ ആലോചിച്ച ശേഷം അവൻ നേരെ ലാനിനെ കാണാനേ പോകുന്നു. ലാൻ അപ്പോഴേക്കും ആകെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി ഷീയുടെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഷീ അവളെ ഒരുവിധം റൂമിലേക്ക് കൊണ്ട് പോകാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് എത്തുന്ന മൂ അവനെ തടയുന്നുണ്ട്. എന്റെ വൈഫ് അവളെ എന്റെ കൂടെ വിടാനായി മൂ ആവശ്യപ്പെടുമ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന അധികാരത്തിൽ അവളെ വിളിക്കുന്ന ടീം അവളെ പിടിച്ചു നിർത്താനുള്ള റൈറ്റ് ഒന്നും തനിക്കില്ലാന്ന് തോന്നുന്ന ഷീ അങ്ങനെ ലാനിനോട് സമ്മതം പോലും ചോദിക്കാതെ അവളെ അവന്റെ കൂടെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഉറക്കമുണരുന്ന ലാൻ തന്റെ തൊട്ടടുത്ത് മൂവിനെ കണ്ട് ആകെ ഞെട്ടിപ്പോന്നു. കാരണം അവൾക്ക് ഇവന്റെ കൂടെ വന്നതൊന്നും തന്നെ ഓർമ്മയേ ഇല്ല. ഷീയുടെ കൂടെ ഉണ്ടായിരുന്നതാണ് ലാസ്റ്റ് അവളുടെ ഓർമ്മ. അതായത് അവളുടെ ലൈഫിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം ആകെ ഡ്രിങ്ക്സ് അടിച്ച് അവൾ ഫിറ്റ് ആവുന്നുണ്ടായിരുന്നു അവന്റെ കൂടെ ഡിന്നർ കഴിക്കാനായി പോയ സമയം. ഇപ്പോ ഇവിടെ മൂവിനെ കാണുമ്പോഴും ഒപ്പം അവൾ ഇട്ടിരുന്ന ക്ലോത്ത്സ് ഒക്കെ മാറ്റി മറ്റൊരു വസ്ത്രമാണ് തന്നെ ധരിപ്പിച്ചിരിക്കുന്നതെന്ന് കാണുമ്പോഴും അവൾക്ക് ഭയങ്കരമായ ടെൻഷൻ വന്നു. അവൾ വേഗം തന്നെ എന്നെ എന്താണ് നീ ചെയ്തെന്ന് ചോദിച്ചു മൂവിനെ അടിക്കുന്ന സമയം ഞാനൊന്നും ചെയ്തില്ല, നിന്നെ കൊണ്ടുവരുന്ന സമയത്ത് നീ നല്ല ഫിറ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ഛർദ്ദിച്ചൊരു പാരുവായിരുന്നു, അതുകൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത അല്ല വേറൊന്നും ഇല്ലെന്ന് അവൻ പറയുന്ന ടീം അവൾ അവിടെ നിന്ന് പോകാനായി നോക്കുമ്പോൾ അവൻ വീടാതെ ബലമായി അവളെ പിടിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ഒരു ഫോൺ കോൾ വന്ന് അവന്റെ ശ്രദ്ധ തെറ്റുന്നു. വിളിച്ചിരിക്കുന്നത് അവന്റെ അസിസ്റ്റന്റ് ആണ്. അവരുടെ ഒരു പ്രധാന കോമ്പറ്റീറ്റർ കമ്പനി മറ്റൊരു റിസർച്ച് സ്ഥാപനവുമായി ഒരു ഡീലിംഗ്സിനെ ശ്രമിക്കുന്നുണ്ട്. അത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ പ്രശ്നമാകുന്നില്ല. അയാൾ പറയുമ്പോൾ വേഗം തന്നെ ആ ഒരു റിസർച്ച് കമ്പനി അന്വേഷിച്ചു പോകാനും അവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകളുമായി സംസാരിച്ച് ഇവർക്ക് ഡീലിംഗ്സ് നേടിയെടുക്കാനുമായി മൂ തീരുമാനിക്കുന്നു. ഇതേ ടീം തന്നെ തന്റെ അമ്മയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന അത് പിന്നീട് തന്നിലേക്ക് വന്ന ഇപ്പൊ അച്ഛൻ തന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കുന്നു എന്നറിയാവുന്ന തന്റെ കമ്പനിയിലേക്ക് ലാൻ പോകുന്നുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളിനോട് കമ്പനി അവളുടേതാണെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കാനായി അവളെ ഏൽപ്പിച്ചിരിക്കുന്ന ആളിനോട് അവൾ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അച്ഛൻ ഈ കമ്പനി കിട്ടാൻ പാടില്ല, അച്ഛൻ ഓൾറെഡി ചതിച്ച് നേടിയെടുത്തതൊക്കെ തന്നെ തിരിച്ചു നേടാനായിട്ടുള്ള പരിശ്രമത്തില്ല ഞാൻ, ഇത് അച്ഛന് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്നെല്ലാം അവൾ പറയുമ്പോൾ എന്തിനും അവളുടെ കൂടെ കാണുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും അതേ കമ്പനിയിലേക്ക് തന്നെയാണ് മൂവും അസിസ്റ്റന്റും വരുന്നത്. അപ്പോഴേക്കും മൂവിന്റെ കോമ്പറ്റീറ്റർ സ്ഥാപനത്തിലെ ആളുകളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഈ ഒരു കമ്പനി യഥാർത്ഥത്തിൽ തന്റെ വൈഫിന്റെ പേരിലുള്ളതാണെന്നും അവളാണ് താൻ ഇവിടേക്ക് കാണാനായി വന്ന ആളെന്നും അവന് മനസ്സിലാവുന്നു. ആക്ച്വലി ഈ ഒരു വിവാഹത്തിന് മുന്നേ ഈ ഒരു കമ്പനി റിസർച്ച് റിലേറ്റഡ് ആയി പ്രവർത്തിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ അവിടെ ടോപ്പ് റിസർച്ചറായി വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ലാൻ. അവൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി അവളുടെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ആ സമയത്താണ് അവൾക്ക് അച്ഛന്റെ അടുത്ത് നിന്ന് ആക്രമണമേറ്റ് തലയിടിച്ച് ബോധം നഷ്ടപ്പെട്ടതും പിന്നീട് ഈ ഒരു മാരീഡ് ലൈഫിലേക്ക് അവൾ പോയതും അവൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നൊന്നും അറിയാത്ത അവസ്ഥയിൽ അങ്ങനെ അവൾ ജീവിച്ചുകൊണ്ടിരുന്നതും ഒക്കെ ഇപ്പൊ എല്ലാം ഓർമ്മ വന്ന അവൾ വീണ്ടും കമ്പനിയിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്നത് അവന് ഒട്ടും അറിയില്ലായിരുന്നു. ഇവളാണ് താൻ അന്വേഷിച്ച ആളെന്ന് അറിയുമ്പോൾ മൂ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അവനാകട്ടെ വൈഫാണെങ്കിലും ഈസിയായി അവളുടെ അടുത്ത് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനേ കഴിയുന്നില്ല. അപ്പോഴേക്കും കോമ്പറ്റീറ്റർ അവളോട് സംസാരിക്കുന്നത് അവന് കണ്ടു നിൽക്കേണ്ടി വരുന്നു. നമ്മൾ വന്ന കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല, സാറിന്റെ വൈഫിനെ സാറിനെ കണ്ടുകൂടാത്തോണ്ട് നമുക്ക് ഈ ഡീൽ സെറ്റ് ആവാൻ ഒരു സാധ്യതയില്ല എന്ന് അസിസ്റ്റന്റ് മൂവിനോട് പറയുന്നുണ്ടായിരുന്നു. മൂ ആകട്ടെ ലാനോട് സംസാരിക്കാനായി നോക്കുന്ന ടീം അവൾ അവന് തീരെ മൈൻഡും കൊടുക്കുന്നില്ല. അവളുടെ അച്ഛൻ ഈ സ്വത്തെല്ലാം തന്നെ കൈക്കലാക്കാനായി അവളെ ഇതിൽ നിന്നൊക്കെ അകറ്റാൻ ഇവളുടെ ഒരു മെമ്മറി നഷ്ടപ്പെട്ട സമയം നന്നായി മുതലെടുത്തിരുന്നു. കൂടാതെ അവളെ കൊണ്ട് വലിയൊരു ബിസിനസ്സുകാരനായ മൂവിനെ കല്യാണം കഴിപ്പിച്ച ആ രീതിയിൽ മുതലെടുക്കാനായി അച്ഛൻ നോക്കിയിരുന്നു. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവൾ അച്ഛൻ നടത്തിയ ആ ഒരു വിവാഹം വേണ്ടാന്ന് വെക്കാനും തന്റേതായ രീതിയിൽ നന്നായി ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുമാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. അവൾ അതുകൊണ്ട് തന്നെ അവനോട് വളരെ ഓപ്പണായി സംസാരിക്കുന്നുണ്ട്. അവൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ട സമയത്ത് അവളുടെ അച്ഛൻ അവനും അവളും തമ്മിൽ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഇവർ പ്രണയത്തിലായിരുന്നു എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോ ഇവർക്കിടയിൽ കല്യാണം നടന്നത് എന്നല്ല. അത് കേൾക്കുമ്പോൾ അവൻ ആകെ ഷോക്കാവുന്നു. ഇങ്ങനെ തെറ്റിദ്ധാരണയിലൂടെ നടത്തിയൊരു മാരേജ് ആണ് ഇത് എന്നതിനെ പറ്റി അവന് പിടുത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കാതെ ഇപ്പോ മുന്നോട്ട് കൊണ്ടുപോകാനായി നോക്കുന്ന കാര്യങ്ങൾ മാറ്റിവെച്ച് ഡിവോഴ്സ് നൽകാനായി തന്നെ തീരുമാനിക്കുന്നു. പക്ഷേ അതിന്റെ ഇടയിൽ മറ്റു ചില കാര്യങ്ങൾ നടക്കുന്നു. ഡിവോഴ്സിന് ഫയൽ ചെയ്താലും ഉടനടി അതിന്റെ പ്രോസസ്സ് നടക്കില്ല, കുറച്ച് കാലതാമസം വരുമല്ലോ. അതിന്റെ ഇടയിൽ മൂവിന്റെ സ്ഥാപനത്തിന് ലാനിന്റെ കോൺട്രാക്ട് കിട്ടിയേ പറ്റൂ. മൂവിന്റെ വൈഫ് ആയിരുന്നിട്ടും ലാൻ എന്തുകൊണ്ട് അവന്റെ കോമ്പറ്റീറ്റർക്ക് കോൺട്രാക്ട് കൊടുക്കാൻ നോക്കുന്ന എന്ന രീതിയിൽ ബിസിനസ് ലോകത്ത് ചർച്ച നടക്കുമ്പോൾ ആ ഒരു കാര്യം വളരെ നെഗറ്റീവായി തന്നെ മൂവിന്റെ കമ്പനിയെ ബാധിക്കും എന്ന് മനസ്സിലാക്കുന്ന ലാൻ അവളുടെ കോൺട്രാക്ട് അവന് തന്നെ നൽകാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ അവൾ അതിനെപ്പറ്റി പറയുമ്പോൾ അവൻ ഹാപ്പി ആവുന്നുണ്ടെങ്കിലും പക്ഷേ അവൾ ഡിവോഴ്സിൽ നിന്ന് പിന്മാറുന്ന ലക്ഷണമൊന്നും തോന്നാത്തത് അവനെ നിരാശപ്പെടുത്തുന്നുണ്ട്. ഈ വീട്ടുകാരെ പെട്ടെന്ന് ഈ വിവാഹം നടത്തിയപ്പോൾ അവളും എന്തെങ്കിലും പേഴ്സണൽ ഗെയിനിന് വേണ്ടിയായിരുന്നു ഈ വിവാഹത്തിലേക്ക് വന്നതെന്ന് ചിന്തിച്ചാണ് അവൻ അവളെ എത്രയും പെട്ടെന്ന് ലൈഫിൽ നിന്ന് ഒഴിവാക്കണമെന്ന് തീരുമാനിച്ചത്. കാരണം അവൻ അവളെ പ്രണയിച്ചിരുന്നില്ല. അപ്പൊ അവൾ എന്തെങ്കിലും കാര്യം കണ്ട് ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു വിവാഹത്തിന് സമ്മതിച്ചതാണെന്ന് കരുതി. പക്ഷെ അതൊന്നും അല്ല, അവളുടെ സാഹചര്യം ഇതായിരുന്നു, ഇങ്ങനെയാണ് അവൾ ആ വിവാഹത്തിലേക്ക് വന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ വളരെ പ്യോർ ആണ്, അവളെ വിട്ടുകളയരുതെന്ന് അവന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവളുടെ പിറകെ തന്നെയാണ്. ഷീയുടെ കൂടെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് ലാൻ കൂടെ ഉള്ളതെങ്കിലും അതൊന്നും തന്നെ മൂന്ന് ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും ഷീയോട് അതിന്റെ പേരിൽ മൂ വഴക്കടിക്കാറുണ്ടായിരുന്നു. കൂടാതെ അവളെ ഇംപ്രസ് ചെയ്യാനേ ഇവരുടെ ഡിവോഴ്സിൽ ഒരു തീരുമാനമാവുന്നതിന് മുന്നേ അവളെ ഇംപ്രസ് ചെയ്യാനേ അവൻ പരമാവധി നോക്കുന്നുണ്ട്. അതിനായി തന്നെ ഓഫീസിൽ നിന്ന് അവൾ പോകാനായി നിൽക്കുന്ന ടീം അവളെ പിക്ക് ചെയ്യാനായി മൂ പോവുകയും അവളെ പിക്ക് ചെയ്യാനായി അതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്ന ഷീയുമായി അവൻ നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇവരുടെ രണ്ടുപേരുടെയും തൊല്ല കാരണം രണ്ടുപേരുടെയും കാറിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അവൾ ബസ്സിൽ കയറുമ്പോൾ ബസ്സിലേക്കും അവർ ചെല്ലുന്നുണ്ട്. ഇതുവരെ ബസ്സിൽ യാത്ര ചെയ്ത് ഒരു പരിചയം ഇല്ലാത്ത നമ്മുടെ മൂവിന് എങ്ങനെ ടിക്കറ്റ് എടുക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു. അവനകെ പെട്ടിരിക്കുമ്പോൾ പാവം തോന്നി ലാനാണ് ടിക്കറ്റ്
ബിസ്ക്കറ്റ് ഒക്കെ എടുത്തു കൊടുക്കുന്നത്. അതിനുശേഷം അവർ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്നുണ്ട്. അത് കണ്ട് ലാൻ അത് കഴിക്കാൻ പോകുമ്പോൾ അവരും കൂടെ പോകുന്നു. അതിന്റെ ഇടയിൽ ലാൻഡ് കൂടെ ഒരു സെൽഫി ഒക്കെ എടുക്കാൻ നോക്കുമ്പോൾ മൂ ആ ഫോട്ടോ ഒക്കെ നശിപ്പിക്കുന്നു. അവൻ ആ ഫോട്ടോയിൽ നിന്ന് ഷീയെ കട്ട് ചെയ്ത് മാറ്റി അവന്റെയും ലാനിന്റെയും മാത്രം ഫോട്ടോ ആക്കി അത് കോർപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പലതും ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഒട്ടും അവനിൽ ഇംപ്രസ്ഡ് ആയി മട്ടില്ല. അങ്ങനെ ആ ഒരു സമയത്താണ് ഇവരുടെ ഡിവോഴ്സിന്റെ വിധി വരുന്നത്. ഡിവോഴ്സ് ഫൈനൽ ആവുന്ന ഒരു സമയം അവൻ ഭയങ്കരമായ സങ്കടത്തിലായിരുന്നു. ഇതേ ടീം തന്നെ ലാനിന്റെ കമ്പനിയിൽ വലിയൊരു പ്രശ്നം നടക്കുന്നു. അവളിപ്പോ വീണ്ടും കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അവൾ അതിൽ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന അച്ഛൻ തന്റെ കയ്യിൽ തന്നെ അധികാരം നിലനിർത്താനായി നോക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി അവിടെ കമ്പനി സിഇഒ തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തേണ്ടി വരുന്നു. അതിൽ പങ്കെടുക്കുന്നത് ലാനും അവളുടെ അച്ഛനുമാണ്. വോട്ടെടുപ്പ് അവസാനിക്കുമ്പോഴേക്കും രണ്ടുപേർക്കും തുല്യ വോട്ടുകളാണ് ലഭിക്കുന്നത്. അച്ഛൻ തന്നെ അധികാരത്തിലെത്തും, എങ്ങനെയും ഈ വോട്ട് അട്ടിമറിച്ച് അച്ഛൻ കമ്പനി കൈക്കലാക്കുമെന്ന് അവൾ പേടിക്കുമ്പോഴേക്കും അവിടേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ മൂ എത്തുന്നുണ്ട്. ആക്ച്വലി മൂ ഈ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ തന്നെ. അവൻ കമ്പനിയുടെ ഷെയർസ് നിരവധി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനും ഈ വോട്ടെടുപ്പിൽ അധികാരമുണ്ട്. ഇപ്പോൾ ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന അവൻ ലാനിനെ സപ്പോർട്ട് ചെയ്താണ് അവിടെ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു വോട്ടിന്റെ ബലത്തിൽ ലാൻ അവിടെ അച്ഛനെ തോൽപ്പിച്ച് വിജയിക്കുന്നുണ്ട്. തുടർന്ന് അവള് തന്നെയാണ് കമ്പനി സിഇഒ എന്ന് ഉറപ്പാവുന്നു. ഈ ഒരു ടൈം അച്ഛൻ ഇവൾക്ക് ആക്സിഡന്റിന് ശേഷം ഓർമ്മക്കുറവും കാര്യങ്ങളും ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് അവളെ വളരെ വീക്കായി ചിത്രീകരിച്ച് അതിൽ നിന്ന് പുറത്താക്കാനായി നോക്കുമ്പോഴേക്കും അവൾ പറയുന്നുണ്ട്, എനിക്ക് ഒരു ഓർമ്മക്കുറവില്ല. അച്ഛൻ അമ്മയെ കൊന്ന് സ്വത്തൊക്കെ കൈക്കലാക്കാനായി നോക്കിയത് എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്. അച്ഛൻ എന്നെ വെറുതെ ഓർമ്മക്കുറവിന്റെ പേരിൽ തളച്ചിടാനായി നോക്കണ്ടെന്ന്. അങ്ങനെ ആ ഒരു ടോപ്പിക്കിന്റെ പേരിൽ അവിടെ ഭയങ്കരമായ സംസാരം നടന്ന് ഒടുക്കം ദേഷ്യം വരുന്ന അച്ഛൻ അവളെ ആക്രമിക്കാനായി ഗ്ലാസ് എടുത്ത് അവളുടെ നേരെ എറിയുന്നുണ്ട്. ഈ ഒരു ടൈം മൂ അത് തടയാനായി നോക്കുന്നു. പക്ഷെ അവന്റെ തലയ്ക്ക് ആ ഗ്ലാസ് വന്നുകൊണ്ട് പരിക്കേൽക്കുകയും ചെയ്യുന്നു. ഇത് ലാനിനെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കിംഗ് ആയ ഒരു കാര്യമായിരുന്നു. അവൾ വേഗം അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിലെത്തി കുറെ കഴിഞ്ഞാണ് അവന് ബോധം വരുന്നത്. കണ്ണുകൾ തുറക്കുമ്പോൾ അവൻ ആദ്യം കാണുന്നത് അടുത്തിരിക്കുന്ന ലാനിനെ തന്നെയാണ്. അവളെ കണ്ട് അവൻ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ടെങ്കിലും അവളാകട്ടെ അവന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അതും അവൾക്ക് വേണ്ടി ഇങ്ങനെ അവനത്തിലായല്ലോ എന്ന കാര്യം കൊണ്ട് ആകെ വെറീഡാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ഒരു അവസരം നന്നായി വിനിയോഗിക്കാനായി തന്നെ തീരുമാനിക്കുന്നു. തന്നെ പ്രൊട്ടക്ട് ചെയ്തതിന് അവൾ അവനോട് നന്ദി പറയുന്നുണ്ട്. അവൻ ആഗ്രഹിക്കുന്ന കണക്ക് അവന്റെ കമ്പനിക്ക് വേണ്ടി കോൺട്രാക്ടിന് അവൾ തയ്യാറാണെന്നതും അറിയിക്കുമ്പോൾ ഒരിക്കലും കമ്പനിക്ക് വേണ്ടി ആയിരുന്നില്ല അവൻ ഇതൊന്നും ചെയ്തതെന്നും അവൾക്ക് വേണ്ടി തന്നെ ആയിരുന്നുവെന്നും അവൻ അവളോട് പറയുന്നുണ്ട്. അവനൊരു ചാൻസും കൂടി കൊടുത്തുവിടുന്നായിരുന്നു അവൻ അവളോട് അപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇതേ ടീം ലാനിന്റെ അച്ഛൻ ആകെ പെട്ടുപോവുകയാണ്. ആള് ലാനിന്റെ കയ്യിൽ നിന്ന് കമ്പനി സ്വന്തമാക്കാനായി കുറെ ഷെയർസ് പർച്ചേസ് ചെയ്യാനൊക്കെ കടം വാങ്ങിയിരുന്നു. അങ്ങനെ ആകെ പാടിപ്പോ കടത്തിപ്പെട്ടു പോകുന്നു. കമ്പനിയുടെ അധികാരവും കിട്ടിയില്ല, കടം വീട്ടാൻ കാശില്ല, ആകെ വട്ടപൂജയായി നിൽക്കാണ്. ഇതിന്റെ പേരിൽ കൂടെ ഉണ്ടായിരുന്ന രണ്ടാം ഭാര്യയും മകളും ഇട്ടിട്ട് പോകുന്നു. കൂടാതെ അയാൾക്ക് അപ്പോഴേക്കും ഭയങ്കരമായ വയ്യാഴികയും വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മാരക അസുഖമാണെന്നും കണ്ടെത്തുന്നു. ലങ്സിലാണ് അസുഖം. പക്ഷെ കാശില്ലാതെ എന്ത് ചെയ്യുമെന്ന് അയാൾ ആകെ കുഴഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴേക്കും ഒരു പ്രസ് കോൺഫറൻസിൽ തന്റെയും മൂവിന്റെയും കമ്പനിയുടെ ഒരു കോൺട്രാക്ടിന്റെ കാര്യങ്ങളെ പറ്റി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ലാനിന്റെ അച്ഛൻ എത്തുന്നുണ്ട്. ആൾ തീരെ വയ്യ, സർജറിക്ക് കാശ് വേണമെന്ന് പറയുമ്പോൾ ആദ്യം അവൾ അത് വിശ്വസിക്കുന്നില്ല. കാരണം ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ആദ്യം അത് കാര്യമാക്കുന്നില്ലെങ്കിലും അവിടെ വെച്ച് അയാൾക്ക് വയ്യാഴിക വരുമ്പോഴാണ് അയാളുടെ ആരോഗ്യാവസ്ഥ അവൾക്ക് മനസ്സിലാവുന്നത്. അവൾ സർജറിക്ക് വേണ്ട കാശ് മുടക്കാനായി തയ്യാറാവുന്നു. തന്റെ കമ്പനി നേടിയെടുക്കാൻ നോക്കിയ കോൺട്രാക്ട് നഷ്ടമാവുന്നത് മൂവിന്റെ കോമ്പറ്റീറ്ററെ ഭയങ്കരമായി ടെൻഷനിലാക്കുന്നുണ്ട്. ഈ മൂവിന്റെ കോമ്പറ്റീറ്റർ മറ്റാരുമല്ല, ലാനിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ഷീയുടെ സ്വന്തം ചേട്ടനാണ്. ലാനും മൂവും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പൊ ആ ഒരു കോൺട്രാക്ട് അവന് കിട്ടാൻ കാരണമെന്ന് തോന്നുന്ന ആ ചേട്ടൻ ഷീയെ ഉപയോഗിച്ച് അവരെ തമ്മിൽ തെറ്റിപ്പിക്കാനായി നോക്കുന്നു. ഷീക്ക് ലാനിനോട് എപ്പോഴും ഒരു താല്പര്യമുണ്ടെന്ന് ചേട്ടൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവനെ മാനിപ്പുലേറ്റ് ചെയ്യാനായി നോക്കാണ്. ആ കാര്യം കൊണ്ട് തന്നെ ഷീ ഇപ്പോ ലാനിന്റെ അടുത്തേക്ക് അവനെ മാരി ചെയ്യാനായി അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അവനിൽ നിന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവനെ എപ്പോഴും നല്ലൊരു ഫ്രണ്ടായും ഒരു ബ്രദറായും ഒക്കെ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന അവൾ ആ ഒരു റിലേഷൻഷിപ്പിന് സമ്മതിക്കാതെ റിജക്ട് ചെയ്യും. അവൾക്ക് മൂവിനോടാണ് താല്പര്യം എന്ന് പറയുകയും ചെയ്യുന്നു. ഈവൻ അവർ മാരേജിന് ശേഷം ഡിവോഴ്സ്ഡ് ആണെങ്കിലും അവനെ അവൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന ഒരു കാര്യം അവൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അവൾ അതിനെപ്പറ്റി പറയുമ്പോൾ സങ്കടമുണ്ടെങ്കിലും ലാനിന്റെ ആ ഒരു ഡിസിഷൻ നല്ലൊരു സുഹൃത്തായി തന്നെ ഷീ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ലാനിന്റെ അച്ഛനെ സർജറിക്ക് വേണ്ടി പോകുന്നതിന് മുന്നേ അച്ഛൻ ഒരു കത്ത് അവൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കത്ത് വായിക്കുന്ന അവൾ ആകെ തകരുകയാണ്. കാരണം അച്ഛൻ അവളോടും അമ്മയോടും ഒക്കെ ചെയ്ത തെറ്റ് എണ്ണി അതിൽ പറഞ്ഞ് മാപ്പ് ചോദിച്ചിരിക്കുന്നു. ഇനി ലൈഫിലേക്ക് മടങ്ങി വരുമോ എന്ന് അറിയില്ല. ഇത് പറയാതെ പോയാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ആ കത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ അച്ഛൻ മനസ്സുകൊണ്ട് ചെയ്ത തെറ്റിന് പശ്ചാത്തപിക്കുന്നു എന്നവൾക്ക് വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് ഈ സർജറി നല്ല രീതിയിൽ കഴിയാനായി അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സർജറി വിചാരിച്ച കണക്ക് അച്ഛന് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ കഴിയുന്നു. കൂടാതെ ലാൻ അവൾക്ക് മൂവിനോടുള്ള താല്പര്യം അറിയിക്കുകയും അവർ ഒന്നിക്കാനായി തീരുമാനിക്കുകയും ചെയ്യുന്നു. അവൾ ഇങ്ങനെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നത് അവനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. തുടർന്ന് ഇവർ ഒന്നിച്ച് വർക്ക് ചെയ്ത് കമ്പനി നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനായി ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ഇവർ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോകുന്നത് കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഷീയുടെ ചേട്ടനെ സംബന്ധിച്ച് വലിയ തകർച്ചയായിരുന്നു. അയാൾ അതിന്റെ കലിപ്പിന് ഇവർക്കിടയിൽ നന്നായി പോകുന്ന ബിസിനസ് തകർക്കാനായി ശ്രമിക്കുന്നു. അതിന് സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ പേഴ്സണലി ലാനിനെ ഹേർട്ട് ചെയ്യാനായി തന്നെ അയാൾ ശ്രമിക്കുകയാണ്. അയാൾ അവളെ ഉപദ്രവിക്കാനായി നോക്കുമ്പോഴേക്കും അതിൽ മൂ ഇടപെടുന്നു. മൂ അവളെ പ്രൊട്ടക്ട് ചെയ്യാനായി അയാളുമായി ഫൈറ്റ് ചെയ്യുന്നു. ബിസിനസ് തകർക്കാനായി ഈ ചേട്ടൻ നോക്കിയപ്പോൾ സ്വന്തം അനിയനായിരുന്നിട്ട് പോലും തെറ്റായ രീതിയിൽ അത് ചെയ്യാനായി ചേട്ടനെ ഷീ അനുവദിച്ചിരുന്നില്ല. ചേട്ടന്റെ പ്ലാൻ ഇതൊക്കെയാണ് എന്നത് അവൻ കറക്റ്റായി ലാനിനെ അറിയിച്ചതുകൊണ്ടാണ് ചേട്ടന്റെ
പദ്ധതികളൊക്കെ തന്നെ തകർന്നത്. പക്ഷെ ഇപ്പോ ഉപദ്രവിക്കാൻ നോക്കുന്നത് അവൻ അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ തലനാടിരിക്കെ അവിടേക്ക് മൂ വന്നതുകൊണ്ട് മാത്രമാണ് ലാന ചേട്ടന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടതും. പക്ഷെ അപ്പോഴേക്കും അവന് ബോധം നഷ്ടപ്പെടുന്നുണ്ട്. ഒരു ഫൈറ്റില് ഹോസ്പിറ്റൽ അവനെ കൊണ്ടുപോകുന്ന സമയത്ത് ബോധം വരുമ്പോ ആദ്യം അവൻ അവളെ ഓർമ്മയില്ലാത്ത കണക്ക് അഭിനയിക്കുന്നുണ്ട്. പേടിക്കുന്ന അവൾ ഞാൻ നിന്റെ വൈഫാണെന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോൾ അത് കേട്ട് അവൻ ചിരിക്കുന്നു. അവൻ തമാശ കാണിച്ചതാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവനിട്ട് 2 ഇടി കൊടുത്തിട്ടാണെങ്കിലും അവൻ സേഫ് ആയിട്ടുണ്ടല്ലോ എന്ന കാര്യത്തിൽ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മാറി ഇവരിപ്പോ അവരുടെ പേഴ്സണൽ ലൈഫും കമ്പനിയും ഒക്കെ തന്നെ ഒന്നിച്ച് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് ഒരു പ്രത്യേക സാഹചര്യത്തില് വിവാഹത്തിലേക്ക് എത്തപ്പെട്ട് അത് പിന്നീട് ഡിവോഴ്സായി. എന്നാൽ ആ ഡിവോഴ്സിന് ശേഷം വീണ്ടും അവർക്കിടയിലെ പ്രണയം കണ്ടെത്തി ഒന്നിക്കുന്നിടത്ത് ഈ ഒരു കഥയും ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.